നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രിസ്മസ് ദിന ആശംസകൾ. പ്രധാന വാർത്തകൾ. ദേശീയപാത വികസനം കാസർകോട്ടെ വ്യാപാര സ്ഥാപനങ്ങൾ തുടച്ചു നീക്കപ്പെടുമെന്ന് വ്യാപാരികൾ. ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനം. അബുദാബിയിൽ മരണപ്പെട്ട പി പത്മനാഭന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷം സമാപിച്ചു. ആസ്വാദക ഹൃദയം കീഴടക്കി കുരുന്നുകൾ. വീരമാരുതി പ്രതിഷ്ഠയ്ക്ക് മഞ്ഞമ്പതിക്കുന്ന് ഒരുങ്ങി. നാടെങ്ങും ക്രിസ്മസ് ലഹരിയിൽ. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ദേവാലയങ്ങൾ ഒരുങ്ങി. പാണത്തൂർ കാഞ്ഞിരത്തുങ്കാൽ അയ്യപ്പ ക്ഷേത്ര തിരുമുൽക്കാഴ്ച സമർപ്പണം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. നാടും നഗരവും ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകി. പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ക്രിസ്മസിനെ വരവേൽക്കാൻ വിവിധ ദേവാലയങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നത്. പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താതാങ്ങൾ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്നും യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ വരവേറ്റ് വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത്. ഇന്ന് പുൽക്കൂടൊരുക്കിയും സൗഹൃദം പങ്കിട്ടും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനമാവും. ദേശീയപാത വികസനം. കാസർഗോഡ് നഗരത്തിലെ വ്യാപാര സ്ഥാപന ഉടമകൾക്ക് ആശങ്ക. വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. വിദ്യാനഗർ മുതൽ CPCRI വരെയുള്ള 250ഓളം പേർ യോഗത്തിൽ പങ്കെടുത്തു. നിരവധി കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും പൊളിച്ചുമാറ്റൽ ഭീഷണി നേരിടുന്ന സ്ഥിതിവിശേഷത്തെ ഗൗരവമായി കാണണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ബൈപ്പാസ് സംവിധാനത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവും യോഗം ആവർത്തിച്ചു.
ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഹർജി ഉടൻ ഫയൽ ചെയ്യും. അധികൃതർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജഗോപാൽ ശർമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷാഫി നാലപ്പാട്, അനീഫ് അടുക്കത്തുബയൽ, ഡോക്ടർ രാജഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചു. കേരള ഗവൺമെന്റിന്റെ ദേശീയപാത വികസന ഉപദേശക സമിതി അംഗമായ ശ്രീ MN പ്രസാദിന്റെ നിർദ്ദേശം, ഇത് വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഗവൺമെന്റിന് ഇങ്ങനെയുള്ള വളരെ നല്ല നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇതെല്ലാം കണ്ണടച്ചുകൊണ്ട് സാധാരണക്കാരന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ്. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിരവധി ഫ്ലൈ ഓവറുകൾ അടുത്ത കാലത്ത് പണിതതാണ്. എന്നാൽ നിലവിലുള്ള കെട്ടിടങ്ങളെ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് അത് പണിതിട്ടുള്ളത് ശ്രദ്ധേയമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാർ പറഞ്ഞത് തലപ്പാടി മുതല് നീലേശ്വരം കാഞ്ഞങ്ങാട് വരെ 90% ഗവൺമെന്റ് കയ്യിൽ തന്നെ സ്ഥലമുണ്ട്. ആരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ നമ്മളോട് സൂചിപ്പിച്ചത്. സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ സ്ഥലം പോകില്ല. പക്ഷെ ഞാൻ ഏരിയയിൽ താമസിക്കുന്നിടത്താണ്. മുനിസിപ്പൽ പ്രദേശത്തല്ല, മൂറാൽപുത്തൂർ പഞ്ചായത്തിന്റെ ഏരിയ പ്രദേശത്ത് താമസിക്കുന്നതാണ്. വീട് വെച്ചത് 4 വർഷമായി. അതുപോലെ തന്നെ ഒരു അടുത്തോട്ട് ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. ഇത് രണ്ടും പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ വന്ന ഇവരെ നാഷണൽ ഹൈവേന്റെ ഇതിന്റെ സർവ്വപ്രകാരം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ആൾക്കാരോട് ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ വീടുകളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മരണത്തിന് കീഴടങ്ങിയ PP പത്മനാഭന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി. ഡിസംബർ 13 അബുദാബിയിലെ ജോലിസ്ഥലത്ത് ജലസംഭരണിയിൽ അകപ്പെട്ട സഹപ്രവർത്തകനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ പത്മനാഭൻ മരണപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയോടെ സ്വദേശമായ വെള്ളിക്കോത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയുണ്ടായി. പത്മനാഭന്റെ സഹോദരൻ കണ്ണനുണ്ണിയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വെള്ളിക്കോത്ത് പേരളത്തെ പനയന്തട്ട തറവാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ, ആശംസകൾ നേരാൻ സാന്താക്ലോസും. നാടും നഗരവും ക്രിസ്മസ് ലഹരിയിൽ. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫൊറോന പള്ളിയുടെയും കാഞ്ഞങ്ങാട് അപ്പോസ്തലറാണി ഫൊറോന പള്ളിയുടെയും കാരിത്താസ് ചർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്രിസ്മസ് കരോൾ നടന്നത്. കരോളിൽ മതമൈത്രി സന്ദേശം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഫാദർ ജോസഫ് കളരിക്കൽ, ഫാദർ സജി ജോൺ എന്നിവർ നേതൃത്വം നൽകി. വൈകല്യങ്ങൾ മറന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായി. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷത്തിലാണ് കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചത്. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപ്രകടനങ്ങളാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ കയ്യടി നേടിയത്. വൈകല്യം മനസ്സിനെ തളർത്തിയില്ലെന്ന് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കുന്ന തരത്തിലായിരുന്നു കുട്ടികളുടെ കലാപ്രകടനങ്ങൾ. രംഗപൂജയുടെ ഉയർന്ന വേദിയിൽ കുട്ടികൾ ഒപ്പനയും നാടോടി നൃത്തവും പ്രച്ഛന്നവേഷവും കോൽക്കളിയും നിശ്ചല ദൃശ്യങ്ങളും അവതരിപ്പിച്ചു. നാടൻ പാട്ടുകളും ലളിതഗാനങ്ങളും ഏറെ പേരെ ആകർഷിച്ചു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ P. ബാലകിരൺ മുഖ്യാതിഥിയായിരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ റോട്ടറി സ്കൂളിൽ വരാൻ ഇതിൻ്റെ ആദ്യമായിട്ട് എനിക്ക് അറിയുന്നത് ഒരു 2-3 ആഴ്ച തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇതിനകത്ത് എനിക്ക് പങ്കുവഹിക്കാനുള്ള അവസരം കിട്ടിയത്. ഇത് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ എടുക്കുന്നു. സ്വാമി മുക്താനന്ദ അനുഗ്രഹ സന്ദേശം നൽകി. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് MS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഡയറക്ടർ MC ജേക്കബ്, ഡോക്ടർ MR നമ്പ്യാർ, ഡോക്ടർ KG പൈ, നസീമ കരീം, വിജയകൃഷ്ണൻ, ബീന സുഗു, സത്യനാഥ്, കുസുമകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എല്ലാ പ്രേക്ഷകർക്കും മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 7 lines. Mansoor Hospital. Dedication, determination and divinity. വാർത്തകൾ തുടരുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത വികസനം കാസർകോട്ടെ വ്യാപാര സ്ഥാപനങ്ങൾ തുടച്ചു നീക്കപ്പെടുമെന്ന് വ്യാപാരികൾ. ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനം. അബുദാബിയിൽ മരണപ്പെട്ട PP പത്മനാഭന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷം സമാപിച്ചു. ആസ്വാദക ഹൃദയം കീഴടക്കി കുരുന്നുകൾ. വീരമാരുതി പ്രതിഷ്ഠയ്ക്ക് മഞ്ഞമ്പതിക്കുന്ന് ഒരുങ്ങി.
നാടെങ്ങും ക്രിസ്മസ് ലഹരിയിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ദേവാലയങ്ങൾ ഒരുങ്ങി. പാണത്തൂർ കാഞ്ഞിരത്തുങ്കാൽ അയ്യപ്പ ക്ഷേത്ര തിരുമുൽക്കാഴ്ച സമർപ്പണം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. യൂണിവേഴ്സൽ കോളേജിന്റെ 16ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. നാടൻ കലാ ഗവേഷകൻ ഡോക്ടർ ആസി കരിപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ അക്ഷരമറിയുന്ന ജനതയെ നോക്കിയിട്ടാണെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മൾ സംസ്കാര സമ്പന്നരാണ്. കാരണം അക്ഷരമറിയുന്നവരുടെ ഒരു മഹാ പ്രപഞ്ചം തന്നെ നമ്മുടെ കേരളക്കരയിലുണ്ട്. കാലാവസ്ഥ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ആശാവഹമല്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ പുരോഗതിയുടെ ചാലകശക്തിയായി മാറുന്നത് നമ്മുടെ യുവത തന്നെയാണ്. ഒരുപക്ഷെ നാളിതേവരെയുള്ള മനുഷ്യവർഗത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല മനുഷ്യനാവാനുള്ള ആ വഴി അന്വേഷിക്കലാണ്. അതിന്റെ ഭാഗമാണ് ഒരു സുന്ദരമായ പാട്ട് നാം കേൾക്കുമ്പോൾ നാം എല്ലാം മറന്ന് ആ പാട്ടിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരിക്കും. യൂണിവേഴ്സൽ കോളേജ് മാനേജർ സുരേഷ് കുമാർ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു. ദിനേശൻ മാസ്റ്റർ, ഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ജനറൽ ആശുപത്രിയിൽ രോഗികളോട് കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ NYL പ്രവർത്തകർ മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ആശുപത്രി പേവാർഡിൽ ജനറേറ്റർ സ്ഥാപിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മാർച്ചിന് ജില്ലാ പ്രസിഡന്റ് റഹീം ബെണ്ടിച്ചാൽ, ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ചേരങ്കൈ, CMA ജലീൽ, സിദ്ദീഖ് ചെങ്കള, ഹൈദർ കുളങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പാണത്തൂർ കാഞ്ഞിരത്തുങ്കാൽ അയ്യപ്പക്ഷേത്ര തിരുമുൽക്കാഴ്ച സമർപ്പണത്തിന് സമാപനം. പാണത്തൂർ കാഞ്ഞിരത്തുങ്കാൽ അയ്യപ്പക്ഷേത്ര തിരുമുൽക്കാഴ്ച സമർപ്പണം സമാപിച്ചു. ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയിൽ നെറ്റിപ്പട്ടം കെട്ടിയ ആനയും വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. മൈലാട്ടി, ചെമ്പേരി, മാവുങ്കാൽ പ്രദേശങ്ങളിൽ നിന്ന് ഘോഷയാത്രയായി കാഴ്ചകൾ ക്ഷേത്രത്തിലെത്തി. കണ്ണിന് ഇമ്പം പകരുന്ന കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിയിരുന്നു. അതിനപ്പ തിടമ്പ് നൃത്തവും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും എന്നിവയോടെ ഉത്സവ ആഘോഷങ്ങൾ സമാപിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത വികസനം കാസർകോട്ടെ വ്യാപാര സ്ഥാപനങ്ങൾ തുടച്ചു നീക്കപ്പെടുമെന്ന് വ്യാപാരികൾ. ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനം. അബുദാബിയിൽ മരണപ്പെട്ട പി പത്മനാഭന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷം സമാപിച്ചു. ആസ്വാദക ഹൃദയം കീഴടക്കി കുരുന്നുകൾ. വീരമാരുതി പ്രതിഷ്ഠയ്ക്ക് മഞ്ഞമ്പതിക്കുന്ന് ഒരുങ്ങി. നാടെങ്ങും ക്രിസ്മസ് ലഹരിയിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ ദേവാലയങ്ങൾ ഒരുങ്ങി. പാണത്തൂർ കാഞ്ഞിരത്തുങ്കാൽ അയ്യപ്പ ക്ഷേത്ര തിരുമുൽക്കാഴ്ച സമർപ്പണം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. എല്ലാ പ്രേക്ഷകർക്കും സിറ്റി ന്യൂസിന്റെ ക്രിസ്മസ് ദിന ആശംസകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.